Hello everyone, this is Mohammed Alfan. Welcome to just 2 minutes Excel tips. നമ്മൾ ഇന്നത്തെ ടോപ്പിക്കാണ് ഒരു പർട്ടിക്കുലർ ഡാറ്റാബേസിൽ ഡാറ്റ ഫിൽട്ടർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത് ചെറിയൊരു മാറ്റർ ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു പർട്ടിക്കുലർ ഡാറ്റാബേസ് ഫിൽട്ടർ ചെയ്യുമ്പോൾ അവർ ഹെഡിങ് മാത്രം സെലക്ട് ചെയ്യുക ലൈക്ക് ദിസ്. അതിനുശേഷം ഡാറ്റയിൽ പോയിട്ട് ഫിൽട്ടർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് റെസ്പെക്റ്റീവ് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ലൊക്കേഷൻ വൈസ് ആണെങ്കിൽ ലൊക്കേഷനിൽ ഇവിടെ കാണാം ലിസ്റ്റ് ഓഫ് ലൊക്കേഷൻ ഇവിടെ മെൻഷൻ ചെയ്തത്, റൈറ്റ്? അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് കാണാം ഇവിടെ ലിസ്റ്റ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ എഞ്ചിനീയർ മാത്രം സെലക്ട് ചെയ്തു, അത് മാത്രം വന്നു. ആക്ച്വലി ഇതൊരു പ്രാക്ടിക്കൽ വേ അല്ല, നമുക്ക് റിസൾട്ട് കിട്ടുക റോങ് ആയിരിക്കും. ഞാനും പണ്ട് ഈ സെയിം മെത്തേഡ് ഫോളോ ചെയ്തിരുന്നു, പക്ഷേ അത് അബദ്ധമാണെന്ന് മനസ്സിലാക്കിയത് പിന്നീടാണ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിൽ ഈ നോയിഡ ലൊക്കേഷൻ്റെ റോ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു, ഡിലീറ്റ് ചെയ്തു, റൈറ്റ്? അതിനുശേഷം വരുന്നതാണ് ഹൈദരാബാദ്, കണ്ണൂരൊക്കെ, പക്ഷേ ഇത് ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോയിഡ എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം അത് ഡിലീറ്റ് ചെയ്തുകൊണ്ട്. പക്ഷേ ഹൈദരാബാദും കണ്ണൂരും കാണുന്നില്ല, റൈറ്റ്? അതുപോലെ തന്നെ ഡൽഹി റോ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആകെ 4 ലൊക്കേഷനാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ ഹെഡിങ് മാത്രം സെലക്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്യുമ്പോൾ ഡാറ്റ എവിടെ വരെയാണോ എൻഡ് ആവുന്നത് അതിനുശേഷം ഒരു റോ ഉണ്ടെങ്കിൽ അതിനുശേഷമുള്ള ഡാറ്റ ഫിൽട്ടർ ഡാറ്റാബേസിൽ കാണിക്കില്ല. സോ ഈ ഒരു കേസിൽ ഇവിടെ വരെ ഡാറ്റ എൻഡ് ആവുന്നത്, റൈറ്റ്? അതുകൊണ്ടാണ് ഈ 4 ലൊക്കേഷൻ കാണിച്ചത്. ഇനി ആ ചെന്നൈ ലൊക്കേഷൻ മാത്രം സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ലൊക്കേഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ബാംഗ്ലൂർ മാത്രം കാണിക്കുന്നത്, കാരണം ഇവിടെ ബാംഗ്ലൂരിന് ശേഷം ഇവിടെ ഡാറ്റ ഇല്ല. സോ നമ്മൾ ഫിൽട്ടർ ചെയ്യുമ്പോൾ ഹെഡിങ് മാത്രം സെലക്ട് ചെയ്തുള്ള മെത്തേഡ് പ്രാക്ടിക്കൽ അല്ല, റിസൾട്ട് കിട്ടുന്നത് കംപ്ലീറ്റ്ലി റോങ് ആയിരിക്കും. എനിക്കും ഈ മുമ്പ് അബദ്ധം പറ്റിയതാണ്. അതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ എപ്പോഴും ഒരു ഡാറ്റ സെലക്ട് ചെയ്യുമ്പോൾ അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ആ പർട്ടിക്കുലർ ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്യാം. ശേഷം ഒരു ഫിൽട്ടർ റെസ്പെക്റ്റീവ് ഡാറ്റ ഫിൽട്ടർ ചെയ്താൽ മതി. ഞാൻ ഇവൻ നോയിഡ ഹൈദരാബാദ് ഇങ്ങനെ റോസ് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് കണ്ണൂർ വരുന്നത്, റൈറ്റ്? ഞാൻ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കണ്ണൂർ അപ്പിയർ ചെയ്തു. നമ്മൾ ഡിലീറ്റ് ചെയ്ത് മാത്രമാണ് ഇവിടെ ഇൻവിസിബിൾ ആയി എടുക്കുന്നത്, റൈറ്റ്? ഈ സെക്കൻഡ് റോ ആയ ചെന്നൈ ലൊക്കേഷൻ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നു. കംപ്ലീറ്റ് ഡാറ്റ അപ്പിയർ ചെയ്തു എക്സെപ്റ്റ് ചെന്നൈയും ബാക്കിയുള്ള 2 റോസും ബ്ലാങ്ക് ആയതു. മറ്റേ കേസാണ് ഇവിടെ ബാംഗ്ലൂർ മാത്രം കാണിക്കേണ്ടത്, റൈറ്റ്? കാരണം ഇതിന് ശേഷം ഇവിടെ ബ്ലാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പർട്ടിക്കുലർ ഡാറ്റ ഫിൽട്ടർ ചെയ്യുമ്പോൾ ആ ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, ശേഷം ഫിൽട്ടർ അപ്ലൈ ചെയ്യുക ഇൻസ്റ്റെഡ് ഓഫ് സെലക്ടിങ് ഓൺലി ഹെഡിങ്സ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കും. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.